ഒരമ്മയ്ക്കും ഈ ലോകത്ത് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാകരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ദാരുണമായ ദുരന്തം. കൺമുന്നിൽ തന്റെ ജീവനായ മകൻ ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടിട്ടും ഒന്ന് എഴുന്നേറ്റ് ആ മകനെ ഒന്ന് തൊടാൻ പോലുമാകാതെ അലറിക്കരയേണ്ടി വന്ന ഒരമ്മയുടെ അവസ്ഥ എത്രത്തോളം ദയനീയമായിരിക്കും. സംഭവം അറിഞ്ഞ് അവിടേക്ക് ഓടിയെത്തിയ ആ പിതാവിന്റെ കാഴ്ച കണ്ട് അവിടെ കൂടിയവരുടെ പോലും കണ്ണുകൾ ഈറനണിയിച്ചു. കൊല്ലം കിളികൊല്ലൂരിൽ നിന്നും പുറത്തുവന്ന ഈ വാർത്ത കേവലം ഒരു അപകടമെന്നതിലുപരി ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചതിന്റെ ഹൃദയഭേദകമായ നേർക്കാഴ്ച കൂടിയാണ്. TKM ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള സൽമാനുൽ ഫാരിസ് എന്ന ഒരു കുരുന്നിന്റെ ജീവനാണ് വിധി തട്ടിയെടുത്തത്. രാവിലെ ഏകദേശം 6:50 ആ ദുരന്തം സംഭവിക്കുന്നത്. കൊല്ലം കിളികൊല്ലൂർ പാൽക്കുളങ്ങര ഭാഗത്തുകൂടെ അയത്തിൽ സ്വദേശിയായ സൽമാനുൽ ഫാരിസും ഉമ്മ ഷംനയും കൂടി സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്നു. മകനെ ട്യൂഷൻ ക്ലാസ്സിൽ എത്തിക്കാനുള്ള യാത്രയായിരുന്നു അത്. ഷംനയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. സമീപത്ത് തന്നെ ഒരു റെയിൽവേ ക്രോസ് ഉള്ളതുകൊണ്ട് അത് അടയ്ക്കുമെന്ന ഭീതിയിലായിരിക്കാം ആ ഉമ്മ വാഹനത്തിന് വേഗത അല്പം കൂട്ടിയത്. മുന്നിൽ പോകുകയായിരുന്ന ഒരു ടിപ്പർ ലോറിയെ മറികടക്കാൻ ഇടുങ്ങിയ ആ റോഡിലൂടെ ഷംന ശ്രമിക്കുകയായിരുന്നു. ഓവർടേക്കിങ്ങിനിടെ എതിർദിശയിൽ നിന്നും മറ്റൊരു ഇരുചക്ര വാഹനം വന്നതോടെ പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ഇവരുടെ വാഹനം ടിപ്പറിനടിയിലേക്ക് വീഴുകയായിരുന്നു. തൊട്ടുപിന്നാലെ ലോറിയുടെ ചക്രങ്ങൾ ആ 14-കാരന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങി. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ആ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ആ അപകടം നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഗ്രീൻ ഹോട്ടലിന്റെ ഉടമയായ അക്രമുദ്ദീൻ കണ്ട കാഴ്ചകൾ വിവരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുറിഞ്ഞു പോവുകയായിരുന്നു. അപകടം നടന്നയുടനെ ഓടിക്കൂടിയ നാട്ടുകാർ ചോരയിൽ കുളിച്ചു കിടക്കുന്ന സൽമാനുലിനെയും പരിക്കേറ്റ ഉമ്മ ഷംനയെയും ആശുപത്രിയിലെത്തിക്കാൻ ഒരു വാഹനം കിട്ടാതെ നിസ്സഹായരായി ഓടി നടക്കുകയായിരുന്നു. ആ വഴി വന്ന 2 കാറുകൾ നാട്ടുകാർ കൈകാണിച്ച് തടഞ്ഞു നിർത്തി കുട്ടിയെ അതിൽ കയറ്റാൻ ശ്രമിച്ചുവെങ്കിലും ലോറി കയറിയിറങ്ങിയ കുട്ടിയുടെ ശരീരം എടുക്കാൻ പോലും കഴിയാത്ത അത്രയും ദയനീയമായ അവസ്ഥയിലായിരുന്നു. ആ സമയം തൊട്ടടുത്തുള്ള ലെവൽ ക്രോസ് അടച്ചിരുന്നതിനാൽ രക്ഷാപ്രവർത്തകർ വിളിച്ചിട്ടും ആംബുലൻസുകൾക്ക് കൃത്യസമയത്ത് അങ്ങോട്ട് എത്തിച്ചേരാൻ കഴിഞ്ഞതുമില്ല. തൊട്ടടുത്തുള്ള ഒരു ഫ്ലവർ മില്ലിലെ ജീവനക്കാരാണ് പോലീസിനെയും സൽമാനുലിന്റെ പിതാവ് ഷാനവാസിനെയും വിവരമറിയിക്കുന്നത്. ഓടിയെത്തിയ പിതാവിന്റെ ആ തകർന്ന അവസ്ഥ കണ്ടുനിന്നവരുടെ എല്ലാം നെഞ്ചു പിളർക്കുന്നതായിരുന്നു. നാട്ടിലും സ്കൂളിലും ഒരുപോലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു സൽമാനുൽ ഫാരിസ്. ചെറിയ പ്രായത്തിലും വഴിയിൽ കണ്ടുമുട്ടുന്ന എല്ലാവരോടും മിണ്ടിയും ചിരിച്ചും മാത്രം കടന്നുപോകുന്ന ഒരു നല്ല കുട്ടി. TKM സ്കൂളിലെ അവന്റെ ക്ലാസ് ടീച്ചർ സുനീന ഈ വാർത്തയോട് പ്രതികരിക്കുമ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു. തന്റെ ചിരി കൊണ്ട് സ്കൂളും നാടും കീഴടക്കിയതായിരുന്നു എന്റെ കുട്ടി എന്നാണ് ടീച്ചർ വിങ്ങലോട് പറഞ്ഞത്. അപകടം നടന്ന പാൽക്കുളങ്ങരയിലെ ഈ റോഡ് മരണക്കെണിയായി മാറിയിട്ട് നാളുകളേറെയായി എന്ന് നാട്ടുകാർ കടുത്ത അമർഷത്തോടെ പറയുന്നു. റോഡിന് വീതിയില്ലാത്തത് കാരണവും മേൽമൂടിയില്ലാത്ത ഓടകളുള്ളതുകൊണ്ടും ഒരു ദിവസം 8ഓളം ഇരുചക്ര വാഹനങ്ങൾ വരെ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു കുഞ്ഞു ജീവൻ ഇവിടെ പൊലിയേണ്ടി വന്നതോടെയാണ് ഈ റോഡിന്റെ ഭീകരത അധികാരികൾ പോലും തിരിച്ചറിയുന്നത്. ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട ഈ ഭാഗത്ത് ഗതാഗത നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ഈ ഇടുങ്ങിയ റോഡിലൂടെയാണ് നിലവിൽ വാഹനങ്ങളെല്ലാം കടന്നുപോകുന്നത്. ഇതാണ് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത് എന്നാണ് കിളികൊല്ലൂർ പോലീസ് വ്യക്തമാക്കിയത്.